ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വിശേഷങ്ങളും കുക്കിങ്ങായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഡെലിവറി ഒക്കെ ആയിരുന്നു, അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സോയാബീൻ കറിയോ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ചട്ടി ചൂടാകാൻ വെച്ചു, അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അതിനകത്തേക്ക് നമുക്ക് ഒരു 5-6 പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഒത്തിരി ആയി പോകരുത്. 5-6 പെരുംജീരകം ഇട്ടു. അതെല്ലാം പൊട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതെല്ലാം പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഉള്ളി, സവാള 1.5 സവാളയും 2 പച്ചമുളക്, ഒരു പകുതി തക്കാളി, കുറച്ച് കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വഴറ്റാനായിട്ട് കറിയെല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ആ പരുവാകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യണം. നല്ലോണം വഴണ്ട് വരണം, എന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പരിസരവും. വെളിയിലാണ് വിറകടുപ്പ്, അതിനകത്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാല, മുളക് പൊടി, മീറ്റ് മസാല ഇത് ഇത്രയും കൂടി ഇട്ട് നല്ലോണം നമുക്ക് അരപ്പൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ ഇളക്കി പൊടിയിലെ പച്ചമണം എല്ലാം മാറണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകണം. നല്ലോണം പച്ചമണം എല്ലാം മാറി എന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമുക്ക് ഈ മുളക് പൊടിയുടെ എല്ലാം ആ ഒരു കുത്തൽ, ആ ഒരു പച്ചമണം എപ്പോഴും നിൽക്കും. അത് കാരണം അത് നമ്മൾ നല്ലോണം മാറുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ വിറകടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ അത് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ തീ പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട്. അതിനുള്ളിലേക്കൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം. അങ്ങനെ നല്ലോണം ഈ കറി എത്രത്തോളം നമ്മുടെ സവാള മസാലയെല്ലാം വഴണ്ട് വരുന്നു അത്രത്തോളം ടേസ്റ്റ് നമുക്ക് കറിയിൽ കിട്ടും. ഈ കറി കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ ബീഫ് കറിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റൊക്കെയാണ് വരുന്നത്. പിന്നെ സോയാബീൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യസ്തമാണെന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. നല്ലതാണ്. പെട്ടെന്നൊക്കെ നമുക്ക് ഉച്ചയ്ക്കൊക്കെ കറിയില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കറികളാണ് ഇതൊക്കെ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് അത് വഴണ്ട് വരുമ്പോൾ കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ആ മസാലയെല്ലാം നല്ലോണം മിക്സ് ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കുക. പിന്നെ അത് ബാക്കി പച്ചമണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളമെല്ലാം ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ അത് മാറും. അതുവരെ നോക്കുക. എന്നിട്ട് ഇത് നല്ലോണം വഴണ്ട് ഒരു ഗ്രേവി പോലെ ആകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നമുക്ക് നല്ലോണം ഈ വെള്ളം പറ്റുന്നിടം വരെ നമുക്ക് കറി വെക്കാം. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ചാറ് വേണം, അതുകൊണ്ടാണ് ഞാൻ അധികം വെള്ളം പറ്റിക്കുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അടുപ്പിൽ തീ കുറച്ചിട്ട് നല്ലോണം ഈ വെള്ളമെല്ലാം പറ്റിച്ച് നല്ലതുപോലെ ഉലർത്തിയെടുക്കുക. അങ്ങനെ നല്ലോണം ഉലർന്ന് കിട്ടിയാൽ വേറൊരു നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ചാറ് വേണം, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വെള്ളമൊന്നും പറ്റിക്കുന്നില്ല. അപ്പം ഇപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഇത് വെള്ളത്തിൽ കുതിർത്തിട്ട് വേണം സോയാ ചങ്ക്സ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു അരമണിക്കൂറെല്ലാം വെള്ളത്തിൽ കുതിർക്കുക. അങ്ങനെ ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കറി ഏകദേശം ആയിട്ടുണ്ട്. സോയ ചങ്ക്സ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ മസാലയെല്ലാം നല്ലോണം പിടിക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം പറ്റണം. ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിക്കുക. അങ്ങനെ
ചാറും എല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഉലർത്തുമ്പോൾ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ തൂകാം. ഓക്കെ, ബൈ.